ഹലോ. അപ്പൊ നമ്മളിപ്പള്ളത് മലേഷ്യയിലാണ്. നമ്മളുടെ ഷോർട്സ് ഒക്കെ കണ്ടവർക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ മതിയാവും നമ്മള് മലേഷ്യയിലാണ് ഇള്ളതെന്ന്. ഞങ്ങളുടെ 2 പേരുടെയും ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം നമ്മള് ആദ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബഡ്ജറ്റ് ഹോളിഡേയ്സിനെയാണ്. സോ ഒരു ഡിഫിക്കൽട്ടീസോ ഒരു ഡിലേയോ നമ്മൾ എവിടെയും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് പോയി കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അത്രയും സ്മൂത്ത് ആയിട്ട് ട്രിപ്പ് നമ്മള് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ താങ്ക് യു ബഡ്ജറ്റ് ഹോളിഡേയ്സ്. അപ്പൊ നമ്മളിതാ ഹോട്ടലിലെത്തി. മെട്രോ സ്റ്റാർ എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കാണ്. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു ട്ടോ. നീറ്റ്നെസ്സും സർവീസും എല്ലാം അടിപൊളിയായിരുന്നു. ഇതാണ് ഇപ്പൊ നമ്മളുടെ റൂമ്. അപ്പൊ ഒരു ടിവി ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു ട്ടോ. നമ്മളെ ഹോട്ടലിന്ന് നോക്കുമ്പോഴുള്ള ഒരു ബെഡ് ഉണ്ട് ഇവിടെ. അതേപോലെ നമുക്ക് ടിവി ഒന്നും പിന്നെ നമ്മൾ കാണാൻ സമയം ഉണ്ടായിരുന്നില്ല. ടിവി ഉണ്ട്. പിന്നെ ദാ ഇവിടുന്ന് നോക്കിയാല് നമുക്ക് നല്ല അടിപൊളി വ്യൂ കാണാം. ഞാനത് എടുക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞാല്. ഇതല്ല കുറച്ച് അങ്ങോട്ടേക്കൊക്കെ നമുക്ക് എല്ലാ ബിൽഡിങ്ങും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അതേപോലെ തന്നെ വാഷ്റൂം കാണിച്ചു തരാം. അർജുൻ ദാ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് അവിടെ സൈഡിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ വാഷ്റൂം. എനിക്ക് എവിടെ പോയാലും വാഷ്റൂം നല്ല വൃത്തി വേണം. അങ്ങനെ അതാ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വാഷ്റൂം തന്നെയായിരുന്നു. അങ്ങനെ ഇതാ നമ്മള് കുറച്ച് സമയം കിടന്നുറങ്ങി ട്ടോ. ടൈമിന്റെ ഒക്കെ നല്ല ഒരു 3 അവേഴ്സ് മുന്നിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മള് ഭയങ്കര ടയേർഡ് ആയിരുന്നു. നമ്മള് കിടന്നുറങ്ങി. ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മള് വെറുതെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കിന് നമ്മളെ ടാക്സി ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4 ആകുമ്പോഴത്തേക്ക് റെഡി ആവാന്. അങ്ങനെ ഇതാ ഞങ്ങള് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഫസ്റ്റ് ഡേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു ബുക്കിറ്റ് ബിൻടാങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഒരുപാട് വലിയ വലിയ സ്ഥലത്തേക്കൊന്നും നമ്മള് പോയിട്ടില്ല. പിന്നെ ഇതൊരു ജാരി ബട്ടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഇവിടെ കുറേ ക്രാഫ്റ്റ്സും അതേപോലെ ക്ലോത്ത്, ജ്വല്ലറീസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു. പിന്നെ അധിക സ്ഥലത്തും വീഡിയോസ് അലൗഡ് അല്ല ട്ടോ. അപ്പം ഇങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ തരും നമ്മളിങ്ങനെ ചില സ്ഥലത്ത് കേറുമ്പോ ഒക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പെയിന്റിങ്സ് ഒക്കെ ഉള്ളത്. അത്യാവശ്യം നല്ല റിങ്കറ്റ് ഉണ്ട്. ഇത് സോൾഡ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. നല്ല നല്ല പൈസ ഉണ്ട്. അതേപോലെ തന്നെ അവര് നമുക്ക് അവരുടെ ക്ലോത്തിൽ അവർ വരച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരും ട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ഇവിടെയും നമുക്ക് ഉള്ളിലേക്ക് വീഡിയോസ് അലൗഡ് അല്ല. അതേപോലെ എങ്ങനെയൊക്കെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ ഓരോ പ്രോസസ്സും വളരെ അടിപൊളിയായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതേപോലെ തന്നെ അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്. ലൈക്ക് ഒരു ബോർഡ് ഉണ്ട്. എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള പ്രോസസ്സൊക്കെ അവർ നമുക്ക് പറഞ്ഞുതരും. പിന്നെ നമുക്ക് സാമ്പിൾ തരും. കഴിച്ചു നോക്കാൻ സാമ്പിൾ തരും. അപ്പൊ അതൊക്കെ നമ്മൾ കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിച്ചാൽ മതി. അതേപോലെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു ട്ടോ ചോക്ലേറ്റ് ഒക്കെ. പക്ഷേ ചോക്ലേറ്റ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളിതാ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും അർജുനും കൂടെ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പം നമ്മുടെ റൂമിന്റെ തൊട്ട് താഴെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. അപ്പം നമ്മളിത് അവിടെയാണ് ഇറങ്ങിയിട്ടുണ്ടായത്. ഒരുപാട് ബാഗുകളൊക്കെ ഉണ്ട് ട്ടോ. ഇവിടെ ഇവിടെ റിംഗറ്റിലാണല്ലോ. അപ്പം 5 റിംഗറ്റ്, 20 റിംഗറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു 300 ആ ഒരു റേഞ്ചിലൊക്കെയാണ് 25 റിംഗറ്റ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം കുറേ ബാഗിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല നല്ല രസമുണ്ടായിരുന്നു ബാഗൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4 പീസ് എടുത്താൽ 50 റിംഗറ്റ് അങ്ങനെയൊക്കെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. നമ്മളതൊക്കെ ഒന്ന് കണ്ടു. അതേപോലെ തന്നെ ഇതാ ഈ ബാഗൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ സൈഡിൽ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു വൈകുന്നേരം ഒരു 6:30 തൊട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് ആൾക്കാർ ഒരുപാട് വരും ട്ടോ. പിന്നെ ഇതേപോലെ ഫുഡ് ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് ഫുഡ് തന്നെ സൈഡിൽ വെച്ചിട്ട് ഫ്രൂട്ട്സും അതേപോലെ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളതൊക്കെ ഒന്ന് കണ്ടു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റോഡിന്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ പോയാല് ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെയാണ് ട്ടോ. ഇതേപോലെ തന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഭയങ്കര റേറ്റ് കുറവ് അങ്ങനെ നമുക്ക് തോന്നിയിട്ടേ ഇല്ല. അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെയാണ് അവര് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ ഈ ഒരു ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മള് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ബിക്കോസ് വയറിന് എന്തെങ്കിലും പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇത് ക്രാബ് റോൾ ഉണ്ട്. അതേപോലെ ചിക്കൻ ഐറ്റം ഉണ്ട്, ബീഫ് അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് അവിടെ സെൽ ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പം അതൊക്കെ നോക്കി. അതിനൊക്കെ റിംഗറ്റ് ലൈക്ക് 5 റിംഗറ്റ് അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ ഫുഡ് വെയർസ് ഉണ്ടായിരുന്നു. 20 റിംഗറ്റ്, 10 റിംഗറ്റ് അങ്ങനെ കുറേ ഇതില് കുറേ ഫുഡ് വെയർസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും നമ്മൾ അധികം അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പിന്നെ ഈ ജ്വല്ലറീസ് ഒക്കെ.
ജ്വല്ലറീസ് ഒക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര വില കുറവായിരിക്കും എന്ന് വിചാരിച്ച് ചോദിക്കുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയും വലിയ വിലയാണ് അവര് പറയുന്നെ. അതേപോലെ ഈ ഒരു ഈ ഫാന് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് അർജുൻ ഇങ്ങനെ നോക്കാണ്. പിന്നെ ഇതേപോലത്തെ ഡ്രസ്സുകളായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഡ്രസ്സൊന്നും എനിക്ക് ആ ഒരു സ്ട്രീറ്റില് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു നോർമലി ഉള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ അല്ലാതെ നമുക്കങ്ങനെ കേറി നോക്കി പർച്ചേസ് ചെയ്യാൻ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു നോർമൽ ടൈപ്പ് ഡ്രസ്സുകളായിരുന്നു. അപ്പം ആ ഒരു സ്ട്രീറ്റ് എനിക്ക് തോന്നുന്നു പൊതുവേ അങ്ങനെ ആയിരിക്കാം. എനിക്ക് കൂടുതൽ അവിടുത്തെ സ്ട്രീറ്റിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാലും എനിക്ക് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉള്ള പോലൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് നടന്ന് കാണാൻ അത്രയും ഉണ്ട് ട്ടോ. പിന്നെ ദാ ഇവിടെ ഒരു ബാഗിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഏതെടുത്താലും ₹20 ആണ് ബാഗിന്. പക്ഷെ നമ്മൾ അതും വാങ്ങിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇതേപോലെ കുറേ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ 65 റിംഗിറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമുക്കിപ്പോൾ 1800, 1600 റേഞ്ചിൽ കിട്ടുന്ന പോലത്തെ ഷൂസാണ്. അപ്പം അതിപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിലും വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടു അല്ല ഒന്ന് കാണണല്ലോ എവിടെ വന്നാലും. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നിന്ന ഏരിയയിൽ കുറേ ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. ജോയ ലുക്കാസ് ഉണ്ട്, മലബാർ ഗോൾഡ് ഉണ്ട്. പിന്നെ അവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കനിക ഗോൾഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. പിന്നെ അതാ ആ കാണുന്ന നമ്മളെ KL ടവർ ആണ്. നമ്മളെ റൂമിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ വെറുതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിരിക്കണല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ഫൈനലി അതേപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ കൊടുക്കൂട്ടോ. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. കാരണം നമ്മൾ നടന്ന് ടയേർഡ് ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാലോ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം റൂമിലൊക്കെ പോവാന്ന് വിചാരിച്ച് കുറച്ച് സമയം ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഇറങ്ങാന്ന് വിചാരിച്ചു. രാത്രി നമ്മൾ ഇറങ്ങി നല്ല അടിപൊളിയായിരുന്നു സ്ട്രീറ്റൊക്കെ കാണാനായിട്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.